പാർലമെൻറ്റിൽ പുതിയ 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം എന്നുള്ള നിലയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ച വെള്ളിയാഴ്ച മുതലാണ് തുടങ്ങിയത്. ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഒരുപക്ഷേ ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിലെ എല്ലാ പാർലമെൻ്ററി ചട്ടങ്ങളും മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. പാർലമെൻറ്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയം, ആ നന്ദിപ്രമേയത്തെ സാധാരണഗതിയിൽ പാർലമെൻറ്റ് ഏകകണ്ഠമായിട്ടാണ് അംഗീകരിക്കാറ്. അതിൽ ഭേദഗതികൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ ഭേദഗതികൾ ചർച്ച ചെയ്ത് പാർലമെൻറ്റ് തീരുമാനമെടുക്കുന്ന പതിവുമുണ്ട്. പക്ഷെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയിലാണെന്നോ രാഷ്ട്രപതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെന്നോ ഒരു പരാമർശവും നടത്താതെ പാർലമെൻറ്റിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കവലപ്രസംഗമാണ് ഇന്നലെ നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വസ്തുതകൾ, നിരവധി വിഷയങ്ങളിൽ വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശങ്ങൾ, കേന്ദ്രമന്ത്രിമാർ തന്നെ അത് പ്രസംഗത്തിനിടയിൽ തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമടക്കമുണ്ടായി. ഇത്രയും അവാസ്തവമായിട്ടുള്ള, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ടാവില്ല. മാത്രമല്ല, അതിൽ ആ പ്രസംഗത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള, ഏറ്റവും അപലപനീയമായിട്ടുള്ള പരാമർശം ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം മുഴുവൻ, ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിൻ്റെയും അസത്യത്തിൻ്റെയും വക്താക്കളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണ്. ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന പാരമ്പര്യം, ആ പാരമ്പര്യം സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ്. എല്ലാ ആശയങ്ങളെയും എല്ലാവരെയും സ്വീകരിക്കുന്ന സമീപനമാണ്. വസ്തുത ഇതായിരിക്കെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ 100 കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 19 ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മലയാളികൾക്കാകമാനം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർ കേരളത്തിലെ ഹിന്ദുക്കളുടെ കൂടി വോട്ട് ലഭിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് ശശി തരൂരാണെങ്കിലും ആറ്റിങ്ങൽ അടൂർ പ്രകാശാണെങ്കിലും ഇവരൊക്കെ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോവുകയും ദർശനം നടത്തുകയും തങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടി നിലകൊള്ളുന്ന ആളുകളാണെന്നുള്ള ധാരണ പലർത്താൻ ശ്രമിക്കുന്നവരും ആയിട്ടുള്ളവരാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ ഇവർക്കാർക്കും ആ ആക്ഷേപം തെറ്റാണെന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ 19 പേര് ചെയ്തത്.
വാസ്തവത്തിൽ മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ് ഈ തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഈ എം പിമാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ പെരുമാറ്റത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് അവർ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.